ഫ്രണ്ട്സ്, ഇപ്പോൾ സന്ധ്യ മയങ്ങി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ എവിടേക്കാണെന്നല്ലേ, ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കോവളം ബീച്ചിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പം വളരെ മനോഹരമായ ഒരു യാത്ര തന്നെയാണിത് കേട്ടോ. ഈ വഴിയോരങ്ങളും അതുപോലെ തന്നെ ഈ റോഡും ഒക്കെ വളരെ സ്മൂത്താണ്. നമുക്ക് എക്സ്പ്രസ് ഹൈവേയിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വാക്കുകളിൽ വിവരിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ ദാ കോവളത്തിലേക്ക് എത്താറായി കഴിഞ്ഞു. നമ്മുടെ കോവളം ബീച്ച് എല്ലാവർക്കും അറിയാം. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഒരു 16 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ബീച്ചിലേക്ക് എത്താം. അതുപോലെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാണെങ്കിലും ഒരു 14 കിലോമീറ്റേഴ്സോളം ട്രാവൽ ചെയ്താൽ നമുക്ക് എവിടെ എത്താം, കോവളം ബീച്ചിലേക്ക് എത്താം. അപ്പോൾ പിന്നെ എയർപോർട്ടിനും അടുത്താണ്, വിഴിഞ്ഞം ഹാർബറിനും ഒക്കെ അടുത്താണ് ഈ വളരെ മനോഹരമായ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അറേബ്യൻ സമുദ്രത്തിൻ്റെ അറേബ്യൻ സമുദ്രത്തിൻ്റെ ഒരു തീരപ്രദേശമാണ് കോവളം എന്നറിയപ്പെടുന്നത്. കോ എന്ന വാക്കിൻ്റെ അർത്ഥം വളഞ്ഞതെന്നും അതുപോലെ അളം എന്ന് പറഞ്ഞാൽ പ്രദേശം എന്നുമാണ്. അപ്പോൾ വളഞ്ഞ ഒരു പ്രദേശം എന്നും ഇതിനർത്ഥമുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ കോവൽ കുളമാണ് പിന്നീട് കോവളമായി മാറിയത്, ലോപിച്ച് കോവളമായി മാറിയത് എന്നും പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ രാജാവിൻ്റേത് എന്നർത്ഥം വരുന്ന ഒരു ശബ്ദം കൂടിയാണ് ഈ കോവളം എന്നും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കോവളത്തിൻ്റെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ, കോവളം ബീച്ചിൻ്റെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ വാക്കുകളിൽ കൂടി നമുക്കതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും മനോഹാരിതയുള്ള ഒരു ബീച്ച് കൂടിയാണ് കോവളം ബീച്ച് എന്ന് പറയുന്നത്. തദ്ദേശീയരും അതുപോലെ വിദേശികളും സ്വദേശികളും അടക്കം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഈ ബീച്ച് തേടിയെത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1930 കാലഘട്ടം മുതൽ തന്നെ ഈ ബീച്ച് പ്രശസ്തമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റും. എയർപോർട്ടും ഇതിനടുത്താണ്. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിനും അടുത്താണ് ഈ പ്രദേശം. വിഴിഞ്ഞം ഹാർബറിനും ഞാൻ നേരത്തെ പറഞ്ഞു അടുത്തുള്ള ഒരു ബീച്ച് തന്നെയാണിത്. ഈ ബീച്ചിന് 3 ബീച്ചസ് ഉണ്ട്. 3 ചന്ദ്രക്കല ആകൃതിയിലുള്ള 3 ബീച്ചസ് ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ കോവളം എന്ന് പറയുന്നത്. ഇവിടുത്തെ തിരകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള തിരകളാണ് കോവളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം സഞ്ചാരികൾ എത്തുന്നു. വിദേശീയർ ധാരാളം പേർ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വളരെയധികം ദിവസങ്ങൾ നമുക്ക് ചെറിയ ദിവസങ്ങൾ ചിലവഴിച്ചിട്ടാണ് അവർ മടങ്ങുന്നത്. അപ്പം കോവളം എന്തുകൊണ്ടും വളരെ നമ്മൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു ബീച്ചാണെന്ന് പറയാൻ പറ്റും. ഈവനിങ് ടൈമിലാണെങ്കിൽ സൂര്യാസ്തമന സമയത്താണ് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ക്യാമറ അത്രത്തോളം ക്ലാരിറ്റിയോട് കൂടി ആയിരിക്കില്ല ഇത് എടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ഇതിലുള്ള പ്രോബ്ലംസും എൻ്റെ ഫ്രണ്ട്സ് ക്ഷമിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും പറയുകയാണ്. എല്ലാ ഫ്രണ്ട്സിനും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം എന്നും പറയുന്നത് പോലെ തന്നെ എനിക്ക് എത്ര കടൽ കണ്ടാലും മതി വരാത്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പിന്നെ ഇവിടുത്തെ തിരകളെന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ കൺസിസ്റ്റൻ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്നോർക്കലിംഗ്, കയാക്കിംഗ്, അതുപോലെ സ്കൂബ ഡൈവിംഗ് പോലുള്ള വാട്ടർ അഡ്വഞ്ചേഴ്സ് ധാരാളമുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോയില്ല, ജസ്റ്റ് ഇവിടെ വന്നു. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണിത്. കോവളത്തിൻ്റെ മുഴുവൻ സൗന്ദര്യത്തിനെയും ഒപ്പിയെടുത്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇതെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ധാരാളം കാഴ്ചകൾ ഇനിയും ഇവിടെ ഉണ്ട്. ബാക്കി 3 ബീച്ചസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ലൈറ്റ് ഹൗസും ഇവിടെ ഉണ്ട്. അവിടെയും ഞാൻ പോയിട്ടില്ല, അത്രയും സമയം എനിക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പോകാത്തത്. ഈ തിരകളെന്ന് പറഞ്ഞാൽ അധികം നമ്മൾ ഭയപ്പെടേണ്ട തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ള തിരകളല്ല, വളരെ സ്മൂത്തായിട്ട് വന്നിട്ട് പോകുന്ന തിരകളാണ്. പിന്നെ കടലാണല്ലോ, കുഞ്ഞുങ്ങളെയും കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളെപ്പോഴും എടുക്കുന്ന കരുതൽ ഇവിടെയും വേണം. ഏതൊരു വാട്ടർ ബോഡിയുമായി നമ്മൾ കളിക്കുമ്പോഴും നമുക്ക് അതിൻ്റേതായ ഒരു സുരക്ഷിതത്വം എന്നുള്ള രീതിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ നമ്മളും വളരെയധികം കെയർഫുള്ളായി മാത്രം ആസ്വദിക്കുക എന്നുള്ളത് കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് ഒരു കറുത്ത കളറിലാണ് കാണപ്പെടുന്നത് കേട്ടോ. അത് അവിടെയുള്ള മിനറൽസാണ് അതിൻ്റെ കാരണം. ആ മണ്ണിലുള്ള മിനറൽസിൻ്റെ സാന്നിധ്യമാണ് അതിന് കാരണമെന്നാണ് പറയുന്നത്. അതുപോലെ ഇനി ഞാൻ ഇവിടെ കടൽ തീരം എല്ലാം കണ്ട് കുറച്ച് സമയം ഇവിടെ
ആസ്വദിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ. ഒരുവിധം ഇരുട്ടി തുടങ്ങി. ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വീഡിയോയിലേക്ക് നമുക്ക് പകർത്താൻ കഴിയില്ല. ധാരാളം സഞ്ചാരികൾ വന്ന പാർക്കിംഗ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടൽസും അതുപോലെ ലക്ഷറി ആയിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടൽസും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഓൺലൈനിലും നിങ്ങൾക്കത് കിട്ടും.